എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈകുന്നേരം നമ്മൾ സാധാരണ പറയുന്നത് അതായത് ദിവസത്തെ കളക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അതുപോലെ ഇന്നും നമുക്ക് തുടങ്ങാം. ഇത് പലർക്കും ഇത് ചോദിച്ചിട്ടുണ്ടാകുന്ന കണക്ക് തന്നെയാണ്. ഏതായാലും അങ്ങനെയുള്ളവർക്ക് സമാധാനമായിട്ട് ഇതും ചൊറിയാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷനാണ്. ഇന്ന് എമ്പുരാൻ വലിയ വിജയമായി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഇത്രയും 17ാമത്തെ ദിവസമാണ്, പുതിയ ചിത്രങ്ങളുണ്ട്. എന്നാലും എമ്പുരാൻ ആദ്യം എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രമാണ് ആദ്യം ഇറങ്ങിയത്. അതുകൊണ്ട് അതിൻ്റെ കളക്ഷനിൽ നമുക്ക് തുടങ്ങാം. എമ്പുരാൻ 17ാമത്തെ ദിവസം 27 ലക്ഷം രൂപ ശനിയാഴ്ച ട്രാക്കിംഗ് ഗ്രോഫ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇതുപോലെ സമയം 19 ലക്ഷം രൂപയായിരുന്നു. ഇന്നലെ ഏകദേശം കളക്ഷൻ കിട്ടിയത് 40 ലക്ഷത്തിന് മുകളിലായിരുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും ഇന്ന് 50 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് എമ്പുരാൻ കത്തി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എമ്പുരാന് മികച്ച കളക്ഷൻ തന്നെ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. 50 ലക്ഷത്തിന് മുകളിൽ എന്ന് പറയുന്നത് 17ാമത്തെ ദിവസം ഇത്രയും പുതിയ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ നേടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് എമ്പുരാന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ എമ്പുരാന് ഇഷ്ടമില്ലാത്തവർ ഒന്ന് ക്ഷമിക്കുക, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം ടോട്ടൽ 84 കോടിക്ക് അടുത്ത് ഇന്നുകൊണ്ട് ചിത്രം എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം കേരളത്തിലെ 84 കോടി, വേൾഡ് വൈഡ് ആയിട്ട് 260 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിലേക്ക് തന്നെ എമ്പുരാൻ എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഈ 1ാം സ്ഥാനക്കാരനെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. അത് ഒരു തമിഴ് ചിത്രമാണ്. നമുക്ക് അജിത്ത് എന്ന് പറയുന്ന നടൻ്റെ കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന അവസ്ഥ തന്നെയാണ്. ആദ്യത്തെ ദിനം 51 കോടി വേൾഡ് വൈഡ്, രണ്ടാമത്തെ ദിവസം 30 കോടി. പക്ഷേ 30 കോടിക്ക് കൂടുതൽ പ്രതീക്ഷിച്ചു, പക്ഷേ 30 കോടിയേ കിട്ടിയുള്ളൂ. 2 ദിവസം കൊണ്ട് തന്നെ 81 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ഈ ചിത്രം മൂന്നാമത്തെ ദിവസവും വലിയ ബുക്കിംഗ് തന്നെയാണ് കാണുന്നത്. ഏകദേശം 18,000 20,000 ടിക്കറ്റാണ് മണിക്കൂർ വിറ്റ് പോകുന്നത്. അപ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് വലിയൊരു കളക്ഷൻ വർധനവ് തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഏകദേശം 40-45 കോടിയിലേക്ക് ഇന്ന് ഈ ചിത്രം എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ 3 ദിവസം കൊണ്ട് ഈ ചിത്രം 115 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അജിത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം മാറുന്നു. കേരളത്തിൽ തന്നെ ഇതിൻ്റെ ട്രാക്കിംഗ് ഗ്രോഫ് എന്ന് പറയുന്നത് ഈ സമയത്ത് 27 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ കേരളത്തിനും മികച്ച കളക്ഷൻ തന്നെയാണ് ഈ ചിത്രം ലഭിക്കുന്നത്. കാരണം 3 ചിത്രങ്ങൾ, 3 എമ്പുരാൻ ഉൾപ്പെടെ 4 ചിത്രങ്ങൾ മലയാളികളുടെ ചിത്രങ്ങളുണ്ട്. എന്നിട്ട് പോലും തിയേറ്ററിൻ്റെ എണ്ണം കുറവാണ്. എന്നിട്ട് പോലും അജിത്തിൻ്റെ ചിത്രം മലയാളി പ്രേക്ഷകരെയും ത്രസിപ്പിച്ച് മുന്നേറുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ മലയാളത്തിൽ കളക്ഷൻ കൂടാനാണ് സാധ്യത കാണുന്നത്. അങ്ങനെ 100 കോടിക്ക് മുകളിൽ എത്തുന്ന അജിത്തിൻ്റെ ഒരു ചിത്രമായിട്ട് ഗുഡ് ബാഡ് അഗ്ലി ഇരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പം മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിലെ ഇപ്പോഴത്തെ നമ്പർ 1 തന്നെ എടുക്കാം. ഞാൻ വേറെ അനാവശ്യമായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ നമ്പർ 1 നമ്മുടെ നഫ്ലിൻ അവതരിപ്പിച്ച ആലപ്പി ജിംഖാന എന്ന് പറയുന്ന ചിത്രം. ആലപ്പി ജിംഖാനയുടെ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ തന്നെയാണ്. ഇപ്പം ട്രാക്കിംഗ് ഗ്രോഫായിട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിപ്പിച്ചു. 1,87 ലക്ഷം രൂപ ട്രാക്കിംഗ് കളക്ഷനായിട്ട് തന്നെ വരും, ട്രാക്കിംഗ് ഗ്രോഫായിട്ട് തന്നെ വരും. അപ്പോൾ ഇന്ന് ഏകദേശം 3-3.5 കോടി രൂപ ഇത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ടിക്കറ്റിൻ്റെ നിരക്ക് മണിക്കൂറിൽ 7,800 ടിക്കറ്റ് വെച്ചാണ് മണിക്കൂർ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ആലപ്പി ജിംഖാന എന്ന് പറയുന്ന ചിത്രം മലയാളത്തിൽ തരംഗമായി മാറുകയാണ്. 3 ദിവസം കൊണ്ട് ഇത് 18 കോടി രൂപയോളം വേൾഡ് വൈഡായിട്ട്
നേടി എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതിൻ്റെ കൃത്യമായിട്ട് കണക്കുകൾ വന്നിട്ടില്ല. ഇന്ന് കേരളത്തിൽ നിന്ന് 3 ദിവസം കൊണ്ട് ഏകദേശം 10 കോടിക്ക് മുകളിലുള്ള തുകയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് കേരളത്തിൽ ശനിയാഴ്ച നമ്മുടെ ആലപ്പി ജിങ്കാന എന്ന ചിത്രം കത്തി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു തീ തന്നെയാണ് ആ ചിത്രം. 3-3.5 കോടി 3-ാമത്തെ ദിവസം നേടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആ ആലപ്പി ജിങ്കാന തന്നെയാണ് വിഷു തൂക്കിയത്. അത് നിസ്സംശയം പറയാം. ആർക്കെന്തൊക്കെ എതിർപ്പുണ്ടെങ്കിലും നമ്മൾ ഉറപ്പിച്ച് പറയുന്നു, ആലപ്പി ജിങ്കാനയുടെ തന്നെയാണ് ഈ പ്രാവശ്യത്തെ വിഷു ബമ്പർ. ഇനി 4-ാമത്തെ ചിത്രം നമ്മുടെ ബഫൂക്ക, മെഗാസ്റ്റാർ മമ്മൂട്ടി അവതരിപ്പിച്ച ബഫൂക്ക. റിലീസിങ്ങിന് മുമ്പ് തന്നെ വളരെ പ്രതീക്ഷയുള്ള ചിത്രമായിരുന്നു. അതിനൊത്ത കളക്ഷൻ ആദ്യ ദിനങ്ങളിൽ ഇത് നേടുകയൊക്കെ ചെയ്തു. പക്ഷേ 3-ാം ദിവസം വരുമ്പം ഇതിൻ്റെ കളക്ഷൻ ഇടിവാണ് നേരിടുന്നത്. ഈ ചിത്രം കത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കത്തലും ഉണ്ടായില്ല എന്ന് തന്നെ ദുഃഖപൂർവ്വം പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ട്രാക്കിംഗ് ഗ്രോഫ് എന്ന് പറയുന്നത് 91 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ഇന്നലെ ഇതേ സമയം 1,13,00,000 രൂപയായിരുന്നു ട്രാക്കിംഗ് കിട്ടിയത്. അപ്പോൾ ഇന്നലെ കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്നത് 2 കോടിക്ക് മുകളിലായിരുന്നു. ഇന്നും അതുപോലെ തന്നെ ആവർത്തിക്കാനാണ് സാധ്യത. ഏകദേശം 2 കോടി റേഞ്ചിൽ ഇന്നും മലയാളത്തിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്യാൻ സാധ്യത കാണുന്നു. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 7,50,00,000 രൂപയാണ് കേരളത്തിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. 7,50,00,000 മുകളിൽ. വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടില്ല. ആദ്യ ദിനത്തിൽ 7 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടി എന്ന് പറയുന്നു. 2-3 ദിവസത്തെ, 2-ാമത്തെ ദിവസത്തെയും വന്നിട്ടില്ല, ഇന്നത്തെയും നമുക്കറിയാൻ വയ്യ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് 15 കോടിക്ക് അടുത്തുള്ള തുകയാണ് 3 ദിവസം കൊണ്ട് ബഫൂക്ക നേടുമെന്ന് കരുതുന്നത്. ഒരു മമ്മൂട്ടി ചിത്രത്തെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഒരു കളക്ഷൻ തന്നെയാണ്. നമ്മൾ ഇന്ന് 15 കോടി 3 ദിവസം കൊണ്ട് നേടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. പക്ഷേ തുടർന്നൊരു 50 കോടി ബഡ്ജറ്റിലുള്ള ചിത്രമെന്ന് പറയുന്നു. അതുപോലെ ഫാൻസ് പേജുകളിലെല്ലാം കൃത്യമായിട്ട് പറയുന്നു 30 കോടിക്ക് മുകളിലാണെന്ന്. അപ്പോൾ ഏകദേശം ഇതൊരു നല്ല തുടക്കമാണെങ്കിലും വരും ദിവസങ്ങളിൽ ബഫൂക്കയുടെ പ്രകടനം എങ്ങനെയുണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ വിലയിരുത്തുവാൻ. ഇതാരൊക്കെ പരിഭവപ്പെട്ടാലും പരാതി പറഞ്ഞാലും നമുക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. ഇന്ന് ബഫൂക്ക കത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തിയില്ല. ഒരു തീപ്പരി പോലും ഉണ്ടാക്കാൻ ഇന്ന് ബഫൂക്കയ്ക്ക് ശനിയാഴ്ച ദിവസം അവധി ദിവസം കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇനിയും 2 ദിവസം കൂടി അവധിയാണ്. ഞായറാഴ്ച കത്തുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം വിറ്റ് പോകുന്ന ടിക്കറ്റ് ബഫൂക്കയുടെ 2073 ടിക്കറ്റ് മാത്രമേ വിറ്റ് പോകുന്നുള്ളൂ മണിക്കൂറിൽ. അത് ബുക്ക് മൈ ഷോ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. ആ സമയത്ത് ജിംഖാന എന്ന് പറയുന്ന ചിത്രം 1800 ടിക്കറ്റും വിറ്റ് മാറുന്നുണ്ട്. ആ സ്ഥാനത്ത് അജിത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് 18,860 ടിക്കറ്റാണ് മണിക്കൂർ വിറ്റ് പോകുന്നത്. തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നോട് പരാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് മരണമാഫിൻ്റെ കളക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. ആദ്യ ദിനം 1,01,00,000 രൂപ കിട്ടി. ഇന്നലെയും അതിനേക്കാൾ കൂടിയൊരു തുക തന്നെയായിരിക്കും കിട്ടിയിരിക്കുന്നത്. ഇന്നും മികച്ച ടിക്കറ്റ് വിൽപ്പന കാണുന്നുണ്ട്. 2,500 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. അപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്നലത്തെ അപേക്ഷിച്ച് മികച്ച ഒരു തുക തന്നെയായിരിക്കാം ഇന്നും മരണമാഫ് നേരിടുന്നത്. അങ്ങനെയെങ്കിൽ 3 ദിനം കൊണ്ട് ഏകദേശം 3 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മരണമാഫിനെ സംബന്ധിച്ച് ഇത്രയും ചിത്രങ്ങൾക്കിടയിൽ ഒരു കൊച്ചു ചിത്രം ഫൈറ്റ് ചെയ്ത് നേടുക, അത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെ. അതൊരു വിജയ ചിത്രമായി മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എന്നോട് പരാതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭരാത്രി.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.